വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. കുറേ കാലമായി ഞാനിപ്പോൾ വീഡിയോ കുറേ ആയിട്ട് എടുക്കുന്നില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി ഗൈസ്. അത് നമ്മളെന്തുകൊണ്ടാണ് സത്യം വീഡിയോ എടുക്കാതിരുന്നത് ഗൈസ്? പിന്നെ എക്സാം ഉണ്ടായിരുന്നു ഗൈസ്, അത് കഴിഞ്ഞു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെക്കേഷനായിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അടിച്ചു പൊളിക്കുമായിരുന്നു ഗൈസ്, അതായത് കളിക്കുമായിരുന്നു. എന്നിട്ട് ഗൈസ് ഇപ്പം ഗൈസ് പിന്നെ ഒരു വണ്ടി കാണിച്ചു തരാനായിട്ട് ഗൈസ്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള എൻ്റെ GTR റെഡ് കളറിലല്ലേ, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പുതിയ ലുക്കിലാണ് ഗൈസ്. ഒരു എങ്ങനെയുണ്ട് ഗൈസ് എങ്ങനെയുണ്ട്? എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ് വീഡിയോയുടെ താഴെ. ഇത് ഫുള്ളി ബ്ലാക്ക്ഡ് ഔട്ട് കാറാണ് ഗൈസ്. പിന്നെ കുറച്ച് ഒരു റെഡ് സ്റ്റിക്കറുണ്ട് ഗൈസ്, അത് പുതിയതായിട്ട് അടിച്ചതാണ് സ്റ്റിക്കർ ഗൈസ്. അപ്പോൾ നമുക്ക് മോഹനെ ഒന്ന് മേളിൽ പോയി വിളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് മോഹനെ വിളിച്ചിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ദേ മോഹൻ ഇവിടെ നിൽക്കുന്നു. എടാ മോഹനെ, നീ എന്ത് ചെയ്യുവാടാ ഇവിടെ? ഞാനിവിടെ ചുമ്മാ ഇരിക്കായിരുന്നു. ഷിംജാനൊക്കെ എവിടെ? അറിയില്ലടാ, എടാ ഇന്ന് എന്തുവാടാ ദിവസം? വെനസ്ഡേ ആണോ? അല്ല, വെനസ്ഡേ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എടാ വെനസ്ഡേ ഇല്ലേ? ഇന്ന് ഷിംജാനെ നീ സ്കൂളിൽ വിട്ടായിരുന്നോ? ബസ് വന്നായിരുന്നു? അല്ല, ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്ത് എന്നിട്ട് ഞാൻ അവനോട് കൊണ്ടുവിട്ടാ. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞ് ബസ്സിലേക്ക് തിരിച്ചു വരണമെന്ന്. പക്ഷെ അവൻ വന്നിട്ടില്ല ഇതുവരെ. ബസ് വരണ്ട. ചിലപ്പോൾ അവൻ ഡോറേമോൻ്റെ വീട്ടിൽ പോയി കാണും. നീ പോയി പിക്ക് ചെയ്യാവോ? എനിക്ക് പോകും. എടാ അത് ഡോറേമോൻ്റെ അങ്കിള് കൊണ്ട് വിട്ടുകൂടാ, വിട്ടോളും. എടാ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ എന്നാ വരുന്നതെന്ന് വല്ല നിനക്കറിയാവോ? എടാ മോഹനെ, എടാ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ എന്നാ വരുന്നതെന്ന് നിനക്കറിയാവോ? ഇല്ല, അവൻ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഇനി പറ്റുവാണെങ്കിൽ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ മോഹനെ, എന്താടാ? എടാ അതെ, ആ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ. എടാ എൻ്റെ നമ്പർ ഇല്ലടാ, ഞാൻ പുതിയത് മേടിച്ചു. ഞാൻ അയച്ചു തന്നിട്ടുണ്ട് നിനക്ക്. ആണോ? എന്തു പറഞ്ഞു? അവനെന്ത് പറഞ്ഞു? വിളിക്കട്ടെടാ, ഞാൻ വിളിക്ക്. നോക്കി. ഇന്ത്യൻ ഫ്രാങ്ക്ലിന് എന്തോടോ? നീയില്ലേ എന്ന് വരും ഇങ്ങോട്ടേക്ക്? ഞാൻ അടുത്ത ആഴ്ചയല്ലോ നോക്കട്ടോടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ബിസിയാണ്, ഇവിടുത്തെ ബിസിനസ് മാനാണ് ഞാനിപ്പോൾ. വരണേ. നോക്കടാ, വരാൻ മാക്സിമം നോക്കാം. അവിടെ എന്ത് പറഞ്ഞടാ അവൻ? അവൻ ഇപ്പോൾ ബിസിനസ് മാനാണ് അവിടെ ഇന്ത്യയിൽ. ചുമ്മാ തള്ളുവാടാ, എനിക്ക് തോന്നുന്നു. അതവൻ തള്ളുന്നാടാ. എന്തിനാ അവൻ തള്ളുന്നതെന്നറിയോ? എന്തിനാ? അത് അവൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിനെ നിനക്ക് അറിയാമല്ലോ. അവൻ്റെ ഗേൾഫ്രണ്ടുമാണ് ഫ്രണ്ടുമാണ്. അത് പോടാ. അവൻ്റെ ഫ്രണ്ട് ഏതാണെന്നറിയോ? എടാ പണ്ട് നിന്റെ സ്കൂളിൽ പഠിച്ചിരുന്ന അവനില്ലേ, മോനു. അവനൊന്നും അല്ല, മോനു. അവൻ്റെ പേരെന്തുവായിരുന്നു? കിങ്കോങ്. അതിനെന്തോ ഒരു പേരുണ്ടല്ലോ. എടാ നിനക്ക് ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിൻ അറിയത്തില്ല, നിന്റെ പഴയ ഫ്രണ്ട്? അവൻ അവൻ്റെ വീട്ടിലോട്ട്, അതുകൊണ്ടാണ് അവൻ ബിസിനസ് അത് ഇതെന്നൊക്കെ പറഞ്ഞു വരുന്നത്. മോഹനെ, എടാ നീ ഇന്നൊന്നും കഴിച്ചില്ലേ? കഴിച്ചില്ലോ. ഭയങ്കര സ്റ്റോയിൽ നടക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ്. ഈ അതിനൊന്ന് ഇങ്ങോട്ടുണ്ടായിരുന്നാലല്ലേ ഞാൻ നിൻ്റെ സ്റ്റാമിനയൊക്കെ എടുക്കുള്ളൂ. ഓടങ്ങോട്ട് ബാക്കിലേക്ക് ഓടി ഞാൻ ഉള്ളോട്ട് അങ്ങ് പോകും, അതുകൊണ്ടാണ് ഞാൻ അധികം പോകാം. വേറെ ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ട് വന്നോ. അതെ എടാ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് എടാ ഇന്ന് മറ്റേ ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിൻ വരുമെന്ന് പറഞ്ഞില്ലേ അണ്ണ? നീ മറന്നുപോയോ? ഞാനറിയില്ല. അവനിന്ന് വരും.
ബാ അതിൻ്റെ കൂടെ ഇന്ത്യൻ ഫ്രാങ്ക്ലിനും വരും എന്നാണ് പറഞ്ഞത്. എടാ ഏത് വണ്ടി പോണോടാ? എടാ നോക്കട്ടെ. നമുക്ക് താറിൽ പോയാലോടാ? താറില് താറില്ല. ആ ദേ നീ കയറ് താറില്. എന്തുവാടേ നീ കയറാത്ത? ആ കയറി. എവിടെ പോവാം? എനിക്കെടാ ഞാനേ എൻ്റെ ബൈക്കൊന്ന് കൊടുത്തോട്ടെ. എൻ്റെ സെർവറിലാണ് ഞാനിപ്പോൾ. എടാ മോഹനെ വരുന്നില്ലേ? ആ ഞാൻ പോയി. നീ വന്നു. എങ്ങോട്ടാണ്? റെയിൽവേ സ്റ്റേഷനിലാണ്. ആ നേരെ പോട്ടെ. ഗൈസ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ സർവർ എന്ന് പറയുമ്പോൾ എന്തുവാണ് ഗൈസ്? ശരിക്കും പറഞ്ഞ സർവർ എന്ന് സാത്വിക്ക് പറഞ്ഞ് സാത്വിക്ക് ഇവിടെ സാത്വിക്കിൻ്റെ ടാബിൽ ഇത് ചെയ്യുവാണ് ഗൈസ് അല്ലേ? അല്ല സാത്വിക്ക് ഓക്കെ. നീ എത്തിയോ? എടാ നിൽക്കേ ഞാൻ എന്നാ വന്നോട്ടെ. ഇവിടെ മൊത്തം ട്രാഫിക്ക്. ഞാൻ പിന്നെ ബൈക്ക് ചെയ്ത് കാരണം സിമ്പിളായി എത്തി. ട്രെയിൻ എത്തിയിട്ടില്ല ഇതുവരെ. അയ്യോ എൻ്റെ വണ്ടി, എൻ്റെ പുത്തൻ വണ്ടിയാണ് പോയി ഇടിച്ച്. യെസ് ശരിക്കും ഇത് പുത്തൻ വണ്ടി ഒന്നല്ല, ഞാൻ ചുമ്മാ തള്ളിയതാണ് യെസ്. നീ തള്ളനാ. അയ്യോ ഗായ്സ്, പണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമുണ്ട്, അവിടെ തന്നെ ഇടണ്ട. ആ ഗായ്സ് ട്രെയിൻ എത്തി. നമ്മുടെ ഇന്ത്യൻ ഫ്രാങ്ക്ലിനും ലോസ് ആൻഡോസ് ഫ്രാങ്ക്ലിനും ഇപ്പം ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് അവരെ വണ്ടി കയറ്റിയിട്ട് കാണിക്കാം ഗൈസ്. നമുക്ക് അവരായിട്ട് വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. പിന്നെ ഇതിനകത്ത് ഗൈസ് അപ്പോൾ അവരൊക്കെ എത്തി ഗൈസ്. അപ്പം ഞങ്ങളുടെ കൂടെ ഇപ്പോൾ 2 ഫ്രാങ്ക്ലിൻസും ഉണ്ട്. അതുകൊണ്ട് പേരൊക്കെ ഡൗട്ട് അടിക്കും. ഇത് എന്തുവാ ഗൈസ്? ഇവർ 3 പേര് ഇങ്ങനെ ഓടി വാ എല്ലാവരും കൂടി. ഗൈസ് അപ്പം നിങ്ങൾ മേടിക്കുന്നുണ്ടോ ഷിൻജാനുണ്ട് ഗൈസ്? ഷിൻജാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ല, അതായത് ഇന്നത്തെ സ്റ്റോറി വീഡിയോയിലില്ല ഗൈസ്. ഇന്നത്തെ ഷിംജാൻ ഇല്ലാത്തോണ്ടൊരു ബോർ എൻ്റെ സത്യക്ക്. ചാടിപ്പോ നിങ്ങളിങ്ങോട്ട് വരാൻ നോക്ക്. എൻ്റെ ഞാൻ ചാടിപ്പോയ പടക്കേ എല്ലാവരും കൂടി ഓടി. നീ ഓടിപ്പോ, എന്നാലേ ഞങ്ങൾ വരും. നീ ബാക്കി നോക്കാണ്ട് ഫ്രണ്ട് നോക്കിയപ്പോ ആ പുറകെ എന്നാലും എനിക്ക് പുറകിൽ നോക്കാതെ ഫ്രണ്ടിലോട്ട് ഓടിപ്പോയതാ. മൈക്കിളിനെ ഡോറമോനെ അന്ന് കാണാതെ പോയി, ഓർമ്മയില്ലേ? അന്ന് ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ ഇല്ല, ഫ്രാങ്ക്ലിൻ ഓർമ്മ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ എപ്പം എടാ നമ്മളന്ന് ഇപ്പൊ കഥ പറയാണ്ട് മുമ്പേ നോക്കി പോയിക്കേ. തൂണ് നോക്കി നടക്കില്ല 3 പേര്. നീയല്ലേ തൂണിന്റെ കൊണ്ടേ കയറി പോന്നെ, ഞങ്ങളാണ്. അയ്യോ സോറി. ഓടിവാ ഞങ്ങൾ ഓടി വരിക. നമ്മൾ വണ്ടിക്കാരി, നിങ്ങൾ 3 പേരും ഇവിടെ സ്ലോ മോഷൻ ഏട്ടാ. ഇതെന്തുവാ 2 പേര് വണ്ടിയിലടിച്ച് കളിക്കുന്നത്? ഈ ഇന്ത്യൻ ഫ്രാങ്ക്ലിന് ഇവനെ ഞാൻ കൂട്ടുന്നില്ല. മര്യാദയ്ക്ക് വന്ന് കയറി കളിച്ചോണ്ടിരിക്കും ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ. മര്യാദയ്ക്ക് വണ്ടി കയറത്തുമില്ല ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ. ഗൈസ് ഈ ഇതിനകത്ത് ഏറ്റവും ലാഗ് അടുപ്പിക്കുന്ന ആരാ ഗൈസ് നടന്നു വരാൻ? കമൻറ്റ് ബിലോ. ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ ഉണ്ട്, മോഹനുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ എപ്പോഴും ഈ റോഡിൽ എപ്പോഴും ട്രാഫിക് എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പം നമ്മുടെ വീട് തറ ഗൈസ്. വീടെത്തി തറ എന്നത് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ്
ജസ്റ്റ് മിസ്സിനാ, ഞാൻ അയാളെ ഇപ്പൊ ഇടിച്ചേനെ ഇല്ലടാ ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ താർ ഇവിടെ നിന്ന് പാർക്ക് ചെയ്തോട്ടെ. ആർക്കൊക്കെ GTR കയറുണ്ട് അവരൊക്കെ ഒന്ന് പറയും ഗൈസ്. നമുക്കിവിടെ താർ പാർക്ക് ചെയ്യാം. ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ നിനക്ക് GTR കയറണോടാ? അപ്പൊ ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിനോ വേണോടാ? മോഹനോട് പിന്നെ ചോദിക്കണ്ടല്ലോ അല്ലേ? എനിക്ക് നീ പിന്നെ GTR ചില സമയത്തൊക്കെ കയറാറുള്ളതല്ലേ? അല്ല നീ കയറിയിട്ടില്ലെന്ന് തോന്നുന്നില്ലടാ മോഹനെ. നീ ആദ്യമായിട്ടല്ലേ കയറുന്നത്? മോഡിഫൈ ചെയ്തിട്ട് നീ ഇതിനു മുമ്പ് കയറിയിട്ടില്ലല്ലോ? ഇല്ല നിങ്ങള് ആണോ? എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ നീ തന്നെ ഓടിച്ചോണ്ട് പോയതായിരിക്കും. നിങ്ങളെന്തിനാ അതിലെ കൂടെ പോകുന്നേ? നിങ്ങക്ക് ഷട്ടറിൽ കൂടെ വന്നാൽ പോരെ? എന്തിനാ ഇത്രയും വലിയ ഷട്ടർ ഞാൻ പടന്ന് വെച്ചിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് അതിലെ കൂടെ ഒന്നും വരാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ എന്തുവാ? നമുക്ക് GTR എടുത്തോണ്ട് പോവാം. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ GTRന്റെ പുതിയ ലുക്കാണ് ഗൈസ്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യൂ ഈ GTRന്റെ ലുക്ക് അങ്ങനെ ഉണ്ടെന്ന്. അമ്മാർ എന്തോ ആലോചിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യണം. പിന്നെ അവിടെ എന്താ സ്ലോ മോഷൻ? എടാ നമുക്ക് ഈ ബ്ലാക്ക് GTR എങ്ങനെ കേട്ടോ അതിൻ്റെ? എടാ ആരെങ്കിലും എൻ്റെ നേരത്തെ കളർ കണ്ടിട്ടുണ്ടോ ഈ വണ്ടിയുടെ? എന്താ ഞാൻ പുതിയ കളറിൽ ഇറക്കാൻ കാര്യം എന്നറിയാം. റെഡ് കുറേ കാലമായിട്ട് ഞാൻ അതും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആ കളറങ്ങ് പിടിക്കുന്നു, അതുകൊണ്ട് ബ്ലാക്ക് ആക്കിയതാണ്. ഈ സ്റ്റിക്കറൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റിക്കർ പൊളിയല്ലേ? അത് ഞാൻ മേളിൽ അല്ലാതെ വെച്ചതാ, അത് വെറുതെ വെച്ചതാ. എന്തിനു മേളിൽ ഒട്ടിച്ചതെന്നറിയോ? അത് അവിടെ ഒട്ടിച്ചപ്പോൾ എന്താ മേളിൽ ഒട്ടിച്ചതെന്നറിയോ? അവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്. പെയിന്റ് ഒക്കെ ഉണ്ട്. അതെന്താ പറ്റിയെന്നറിയോ? അവിടെ എന്തോ ഒരു റഫ് ലുക്ക് പോലെ. അത് പിന്നെ അങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ചു. അല്ല സ്റ്റിക്കർ എന്തായാലും ഞാൻ ഒട്ടിച്ചത് എന്തിനാണെന്നറിയോ? അവിടെ ഇതേപോലത്തെ ഒരു ആർട്ട് ചെയ്യാൻ ഒരു സംഭവം വരയ്ക്കാനുണ്ട്. അപ്പം അതിനായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് സ്റ്റിക്കറിൻ്റെ അത് സ്റ്റിക്കറല്ല ശരിക്കും, സ്റ്റിക്കർ പോലുള്ള സാധനമാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്തൊരു ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പം അത് മാർക്ക് ചെയ്യണമെങ്കിൽ ആ സ്റ്റിക്കർ അവിടെ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ മാർക്ക് ചെയ്യാൻ. അപ്പം നമ്മൾ സ്റ്റിക്കർ അവിടെ കൊണ്ട് വെക്കുന്നതല്ലേ നല്ലത്. നമ്മളങ്ങോട്ട് പോയിട്ട് വന്നത് ഞാൻ എന്നാൽ വീട്ടിൻ്റെ ചുറ്റിനും ഇട്ട് കറക്കിയിട്ട് നമുക്ക് പുറത്തോട്ട് ഇറക്കാടാ വണ്ടി. പോരെ? എങ്ങനെയുണ്ട് ടയർ സ്മോക്കൊക്കെ? ക്ലാവോ? എടാ നമുക്കേ ഒന്നൊരു ഡ്രിഫ്റ്റ് ചെയ്തിട്ട് വരാൻ പോയി. എവിടെ നീ അത് കണ്ടാ? സ്വിഫ്റ്റ് ഓൾമോസ്റ്റ് ഇടിക്കാൻ പോയതാ. എടാ ഒരു മിനിറ്റ് ചേട്ടാ, എന്തായാലും പ്രശ്നം പറ്റിയോ? ചേട്ടൻ എന്റെ വണ്ടി, ചേട്ടൻ എവിടെ നോക്കി വണ്ടി ഓടിക്കുന്നത്? എന്റെ വണ്ടി സ്ക്രാച്ച് ആയി, അത് ചേട്ടനെ അറിഞ്ഞോ? താനാണോ റോങ് വേ വന്നേ? താൻ റോങ് വേ വന്നിട്ട് ഞാൻ റോങ് വേ വന്നെന്നാ? അതെന്തുവാ ചേട്ടനില്ലേ റോങ് വേയിൽ ഇപ്പൊ നിൽക്കട്ടെ. അവനെ ചുമ്മാ കൺഫ്യൂഷൻ അടുപ്പിക്കാനടാ, അല്ലെങ്കിൽ അയാൾ അവനെ നീ കണ്ടിട്ടില്ലേ ഈ ഏരിയയിലൊന്നും? കണ്ടിട്ടുണ്ട്. അവനെ ഞാനൊരു പണി വെച്ച് കൊടുക്കുന്നുണ്ട്. അവനെ ഞാനൊരു പണി കൊടുക്കും. എടാ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ചുറ്റി കളിക്കും. എടാ നീയേ ബാക്കിലേക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചത് എനിക്ക് സ്മോക്ക് അല്ലെങ്കിൽ വേണ്ട. ക്യാമറ ഒന്ന് ബാക്കിലേക്ക്. ഓ എൻ്റെ മോനെ, ഈ ടയർ സ്മോക്ക് ഞാൻ ഇടാൻ കാര്യം എന്തോന്നറിയോ? ഈ ടയർ സ്മോക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ബ്ലാക്ക് വണ്ടിയിൽ ഈ ഒരു ടയർ സ്മോക്കൊക്കെ ഇട്ട നല്ല പൊളിയല്ലേ?
അവിടെ ചേട്ടന്മാരെ മാറി നിന്നോളേ, ഞാൻ വണ്ടി അടിച്ചോണ്ടാണേ പോകുന്നത്. റിവേഴ്സ് ഇല്ലേ, റിവേഴ്സ് ചുമ്മാ ഒന്ന് വളച്ചു നോക്കിക്കേ സ്പീഡിൽ പോയിട്ട്. എടാ ഇത് GTR ഞാൻ മൊത്തത്തിൽ ലോവർ ചെയ്തിട്ടിരിക്കുക. ഈ വണ്ടി സ്ക്രാച്ച് ആവും. ഓൾറെഡി ഇപ്പം സ്ക്രാച്ച് കഴിഞ്ഞതാ. എടാ എന്തായാലും നമുക്കൊന്ന് വീട്ടിലോട്ട് പോയാലോ. അയ്യോ എന്തിനാ എൻ്റെ അറിയട്ടെ. ഈ റിവേഴ്സ് സ്പീഡിൽ പോയിട്ടൊന്ന് വളച്ചു നോക്കിക്കേ, ബ്രേക്ക് പിടിക്കല്ലേ. കണ്ടോ? ആ കണ്ട്. അതെ നമുക്ക് വീട്ടിലോട്ട് വിടാം, അതാ നല്ലത്. നമുക്ക് വീട്ടിലോട്ട് നേരെ അങ്ങ് പറപ്പിച്ചങ്ങ് വിടാം. ഇതെന്തോ ട്രാക്ഷൻ കേട്ടാണ് എൻ്റെ പൊന്നെ ഗൈസ്. ഇപ്പൊ പോലീസ് വന്നേനെ വേണം ഇല്ലേ? സത്യമായിട്ട് ഗൈസ് ഇപ്പൊ പൂളി പോയാനെ. എൻ്റെ പുതിയ GTRന്റെ ലുക്കാണ്. ഇതെനിക്ക് ലാസ്റ്റായിട്ട് കാണാൻ ലാസ്റ്റ് കഴിച്ചേ അവർക്കൊന്നും എനിക്ക് ഫസ്റ്റ് ആയിട്ട് കാണുന്നത് അതുപോലെ ലാസ്റ്റ് ആയിട്ട് കണ്ടാൽ പോലും ഇതെന്തുവാ ഡോറിന് അങ്ങോട്ടങ്ങ് ചേർന്ന് അങ്ങ് പോവും. ആണ് ഈ GTRന്റെ ഒരു കുഴപ്പം. എടാ നമുക്ക് കവാസാക്കിയിലൊന്ന് ഫ്രോബിള് കഴിച്ചാല് ഞാൻ പറയുന്നു. എടാ ആ വണ്ടി ചീത്തയായിട്ട് ഇരിക്കുക, നീ അറിഞ്ഞില്ലേ? കയറി നോക്ക്. എടാ ഞാൻ അത് അനക്കാതെ വെച്ചിരിക്കാന്ന് പറഞ്ഞപ്പോ അവൻ അതില് കയറണമെന്ന് പറയാം. എന്തുവാടാ നമുക്ക് നെക്സ്റ്റ് ടൈം കയറാടാ. എന്താന്നറിയോ? അല്ല നമ്മൾ ചുമ്മാ എടാ അതിന്റെ കീ കാണാതെ പോയി ഇരിക്കുവാന്ന്. ഒന്ന് ഇരുന്ന് നോക്കിയാ പോലെ. ഇവനെയൊക്കെ കൊണ്ട് വലിയ ശല്യമാണ്. കേറിയിട്ട് അയാൾ ഇറങ്ങും, അത്രയേ ഉള്ളൂ പറയാൻ. കേട്ടല്ലോ? എക്സോസ്റ്റ് അതൊന്നുമില്ല. നിങ്ങൾ കേറിയിട്ട് ഇറങ്ങാൻ നോക്കടാ. പുക വരുന്നുണ്ടല്ലോ. പുകയൊന്നും വരുന്നില്ല. നിങ്ങളെന്ത് കയറാത്ത? ഇതിനൊന്ന് വണ്ടി ഫ്രണ്ടിലേക്ക് ആക്കിയാലേ ഞങ്ങൾ കയറാൻ പറ്റുന്നേ. ഓ എടേ 1 സീറ്റ് വണ്ടിയാണോടാ? അയ്യോ സോറി, ഞാനത് പറയാൻ മറന്നുപോയി. അതിന് മുമ്പേ നിങ്ങൾ ധൃതി വെച്ചില്ല കാരണം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും എടാ സോറി കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം നോക്കുമ്പോൾ ഞാൻ നല്ലൊരു ബൈക്ക് കഴിക്കാം കേട്ടോ. ശരിയടോ. ഈ കവാസാക്കി ഞാൻ എന്തായാലും ഒരാൾക്ക് കൊടുക്കാൻ പോവും. എടാ ഇത് ഇരുന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊന്നുമില്ല. ഞാൻ ഉപയോഗിക്കുന്ന താറും ഹണ്ടറും GTR ഇത്രയൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഹണ്ടർ വിറ്റിട്ട് വേറെ ഇല്ല, ഹണ്ടർ ഞാൻ വിൽക്കാത്തത്. അത് ഈ മോഹൻ്റെ വിറ്റ് കഴിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. ഞാനെന്താടാ പറഞ്ഞേ? പോടാ പോയിക്കാണ്. അതെൻ്റെ ഫസ്റ്റ് വണ്ടിയാണ് ഹണ്ടർ. പോടാ, അത് നിനക്ക് പിന്നെ തന്നതല്ലേ ഇപ്പം. എന്നാലും ഞാൻ വിൽക്കും. എടേ പോടേ, അത് മാത്രം വയ്ക്കും. നീ കാർ വിൽക്കാം. അത് ഫസ്റ്റ് വണ്ടിയല്ലേ? അല്ല, അതെൻ്റെ ഫസ്റ്റ് കാറല്ല. അത് എനിക്കൊരാൾ ഗിഫ്റ്റ് തരണം. സെക്കൻഡ് കാർ. എനിക്ക് അതിന് ഫസ്റ്റ് കാർ ഇല്ലടോ. എനിക്ക് ആകപ്പാടെ ബൈക്ക് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വണ്ടി ആയിട്ട്. അത് ശരിക്കും ആ കാർ ആരുടെയാണെന്നറിയോ? വണ്ടിയുടെ അല്ല, അത് ആരുടെയായിരുന്നു? എടാ അത് എനിക്ക് തോന്നേ ട്രവറില്ലേ, ട്രവർ എനിക്ക് തന്ന. അല്ല അത് ട്രവറിന് കൊടുക്കണം എന്തായാലും. കുറേ ദിവസമായി ഞാൻ ട്രവറിൻ്റെ മേടിച്ചിട്ട് കുറേ ആയി. എന്തായാലും ട്രവർ അപ്പം ഹിന്ദിക്കാൻ എന്നില്ലാത്തോണ്ട് ബോറല്ലടാ. നമുക്ക് പോയി വിളിച്ചോണ്ട് വരൂ. വേണ്ട, അവനവിടെ ഡോറമോൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. അവൻ അല്ലെങ്കിലും അവന് ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാനില്ല. ആ TV വർക്കിംഗ് അല്ല, ചീത്തയായിപ്പോയി. കമ്പ്യൂട്ടറിനാണെങ്കിൽ എന്തോ ഒരു മിസ്സിങ് കാണിക്കുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ. അത് ഞാനും കണ്ടതല്ലേ. നമ്മൾക്ക് ചുമ്മാ ഒന്നേ മാരത്തോണിന് പോയിട്ട് വരാം. സുഖമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ജോഗിങ്ങിന് പോയി നമുക്കിവിടെ ഓടി നടക്കാം. എടാ നമുക്ക് പുറത്ത് പോകാം. പുറത്തല്ലേ നല്ലത്. ഇനി
ഫൈറ്റിംഗ് പ്രാക്ടീസ് എടുക്കാം. ഞങ്ങളെ തന്നെ ഫൈറ്റ് ചെയ്യണം. ഇല്ല, നിങ്ങളെ ഒന്നും ഫൈറ്റ് ചെയ്യത്തില്ല. ഞാൻ കരാട്ട കളിക്കുമോ നിന്റെ എന്തായാലും ബാറ്റൊക്കെ അകത്ത് വെച്ചാൽ ഞങ്ങൾ എടാ ഇന്ത്യൻ ഫ്ലാഗിന് ഒരു വെടി വെക്കാവോ? അവന് വെടി കൊള്ളാൻ. എടാ നമുക്കേ ഇവിടുത്തെ മഴ നല്ല സുഖമാണ്. ആണോ? ഇത്രയാടാ കോട്. അതൊന്ന് എൻജോയ് ചെയ്യാം. നിന്റെ കയ്യിൽ മഴ വരാറായിട്ടുണ്ട്. എന്തായാലും നമുക്കേ ആ മഴ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഗൈസ് നമുക്ക് മഴ വന്നിട്ട് കാണാം. ഗൈസ് സത്യം പറഞ്ഞാൽ ഇന്ന് മഴ വരുമെന്ന് ഇന്ന് ന്യൂസിൽ കേട്ടായിരുന്നു ഗൈസ്. അപ്പം മഴ കുറച്ച് നേരം കഴിയുമ്പോൾ മഴ ഉണ്ടാവും ഗൈസ്. എന്തായാലും ഇത് പറഞ്ഞു ഗൈസ് മഴ വരുന്നുണ്ട്. അപ്പം ഗൈസ് നമുക്ക് മഴ വന്നിട്ട് കാണാം. ഓഫ് ഗൈസ് മഴയെത്തി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓൾ ഇറ്റാലിയൻ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ആൻഡ് ഗുഡ് ബൈ.